ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മേക്കപ്പ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കാണ്. സാരിയാണ് ഞാൻ ഉടുത്തിരിക്കുന്നത്. അപ്പം കുറച്ച് ഹെവിയാണ് ഈ മേക്കപ്പ് ലുക്ക് വന്നിട്ട്. അപ്പം അതായത് നമുക്ക് സ്കിൻ കെയർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാൻ ഫസ്റ്റ് നയസിനമൈഡാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് നാളായിട്ട് നയസിനമൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് യൂസ് ചെയ്ത് അതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ ഓയിലി സ്കിന്നാണ്, അപ്പം അതുകൊണ്ട് ലൈറ്റായിട്ടുള്ള മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. അത് അത്യാവശ്യം നല്ലതാണ്. അതിനുശേഷം ഞാൻ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ലോട്ടസിൻ്റെ സൺസ്ക്രീനാണ്. ഇതൊരു ജെൽ ടൈപ്പാട്ടോ, ഓയിലി സ്കിന്നിന് നല്ല കേട്ടോ ഈ സൺസ്ക്രീന്. പിന്നെ ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷനാണ്. മെബ്ലിൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണിത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇത് വന്നിട്ട് ഓയിലി സ്കിന്നുകാർക്ക് നല്ലൊരു ഫൗണ്ടേഷനാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് SPF ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഇപ്പോൾ മെബ്ലിൻ ഫിറ്റ്മിയുടെയാണ്. ഞാൻ കൈകൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. എൻ്റെ സ്പഞ്ച് എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുവാണ്. അതിനുശേഷം ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് എറ്റ്യൂഡ് ഹൗസിൻ്റെ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലെ ഐബ്രോ പെൻസിലാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ മേക്കപ്പ് ഒന്ന് ഫിക്സ് ചെയ്യുവാണ്, മേക്കപ്പ് ഫിക്സിങ് സ്പ്രേ യൂസ് ചെയ്തിട്ട്. നെക്സ്റ്റ് ഞാൻ ഐഷാഡോ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നൈക്കിൽ നിന്ന് വാങ്ങിച്ച ഒരു ഐഷാഡോ പാലറ്റാണ്. നല്ല ഐഷാഡോ പാലറ്റാട്ടോ. നമുക്ക് അത്യാവശ്യം എല്ലാത്തിൻ്റെയും കൂടെ ചേരുന്ന കളേഴ്സൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ന്യൂഡ് കളർ ഇട്ടിട്ട് പിന്നെ ഞാൻ കുറച്ച് തിളക്കം വരാൻ വേണ്ടിയിട്ട് ഷിമ്മറി ഷെയ്ഡിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഗോൾഡൻ കളറിലെ ഐഷാഡോ ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ ഇപ്പോൾ ഐലൈനർ എഴുതി കൊടുക്കുകയാണ്. ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ച ഐലൈനറാണ്. ചെറിയ രീതിയിൽ വിങ്സൊക്കെ ഇട്ടാണ് ഞാൻ ഐലൈനർ എഴുതുന്നത്. പിന്നെ ഈ ഐലൈനറിൻ്റെ പാക്കേജിങ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ലീക്ക് ഉണ്ടായിരുന്നു കേട്ടോ, അതിൽ നിന്ന് ലീക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ കാജൽ എഴുതി കൊടുക്കുകയാണ്. ഇത് ലാക്മേയുടെ കാജലാണ്. പിന്നെ ഞാൻ മേക്കപ്പ് സ്പ്രേ ഉപയോഗിച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ നെക്സ്റ്റ് ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഇടുന്നത് ഡാസ്ലറിൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് യൂസ് ചെയ്യുകയാണ്. പിന്നെ ഞാൻ മാമ എർത്തിൻ്റെ ലിപ്സ്റ്റിക്ക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്നത്. പിന്നെ ഞാൻ ബ്ലഷ് ഇടാൻ പോവുകയാണ്. ഇത് റെനേന്ന് ഞാൻ വാങ്ങിച്ച ബ്ലഷാട്ടോ. ഈ ഒരു റെഡ് കളർ റോസ് കളർ ബ്ലഷാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, എനിക്ക് ഒരുപാട് ബ്ലഷ് ഇഷ്ടമല്ല. പിന്നെ ഷുഗറിൻ്റെ ഈ ഒരു ഹൈലൈറ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ നോസിൻ്റെ അവിടെയും ചീക്കിലൊക്കെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുവാണ്. പിന്നെ ഞാൻ മസ്കാര ഇടാൻ മറന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മസ്കാരയും കൂടി ഇട്ട് കൊടുക്കാമെന്ന്. ഇത് മാർസിൻ്റെ മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രണ്ട് കണ്ണിൽ മസ്കാര ഇട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു പൊട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഞാൻ പോയിട്ട് ബ്ലൗസൊക്കെ ഇട്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ഞാനിടുന്ന ബ്ലൗസ്, റെഡ് കളർ ബ്ലൗസാണ്. അപ്പോൾ ഈ ഒരു ജുമുക്കയാണ് ഞാൻ ഇടുന്നത്. നല്ല വെയിറ്റുള്ളൊരു ജുമുക്കയാണ് ഇത്, അത്യാവശ്യം നല്ല ഹെവിയാണ്. ഇപ്പം ഈ ഒരു ജുമുക്കയാണ് ഇടുന്നത്. കല്യാണം ഫസ്റ്റ് കസിൻ്റെ ആയതുകൊണ്ടാണ് ഇത്രയും ഹെവി ആയിട്ട് ഒരുങ്ങുന്നത്. അപ്പം ഞാൻ സാരി ഉടുത്തു കഴിഞ്ഞു. ഈ ഒരു റെഡ് കളർ സാരിയാണ് ഞാൻ ഉടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള വളമാലയൊക്കെ ഇടാൻ പോവാണ്. ഈ വളയാണ് ഇടുന്നത്. പിന്നെ മാല വന്നിട്ട് ഈ ഒരു ഗോൾഡാണ്, ഈ ഒരു മാലയാണ് ഞാൻ ഇടുന്നത്. കമ്മലും മാലയും വളയെല്ലാം ടെമ്പിൾ ഡിസൈൻ വരുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബ്ലൗസിൽ കുറച്ച് ഹെവി വർക്ക് ഉണ്ടായിരുന്നു, എൻ്റെ കല്യാണ ബ്ലൗസായിരുന്നു അത്. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.